നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. UAE-യിൽ സൈബർ ആക്രമണങ്ങൾ പ്രതിദിനം 2 ലക്ഷത്തിലധികം എത്തിയതായി UAE സൈബർ സുരക്ഷാ കൗൺസിൽ. ആക്രമണങ്ങൾ ഉണ്ടായത് 14 രാജ്യങ്ങളിലെ സൈബർ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന്. സർക്കാർ സ്വകാര്യ മേഖലകൾ സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും കൗൺസിൽ. സൗദിയിൽ മുൻകൂട്ടി പെർമിറ്റ് നേടാത്ത വിദേശ ട്രക്കുകൾ പച്ചക്കറി മൊത്ത മാർക്കറ്റുകളിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ട്രാൻസ്പോർട്ട് അതോറിറ്റി. സ്ഥാപനങ്ങളും കർഷകരും പെർമിറ്റ് നേടണം. നിയമലംഘനങ്ങൾ വർദ്ധിച്ചു. കുവൈറ്റിൽ വീണ്ടും വൻ എണ്ണശേഖരം കണ്ടെത്തി. ജുലൈയ ഓഫ്ഷോർ ഫീൽഡിലാണ് വൻതോതിൽ ഹൈഡ്രോ കാർബൺ കണ്ടെത്തിയത്. പുതിയ എണ്ണപ്പാടം 74 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ. ദുബായ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം. ഈ നേട്ടം ദുബായ് സ്വന്തമാക്കുന്നത് 5ാം തവണ. 2041ഓടെ മാലിന്യ ഉൽപാദനം 18% കുറയ്ക്കാനും തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ കടുത്ത ഉത്തരവുകളുമായി ഡൊണാൾഡ് ട്രംപ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറി. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവിക പൗരത്വം ലഭിക്കുന്ന നിയമം റദ്ദാക്കി. ആദ്യ ദിനം ട്രംപ് ഒപ്പിട്ടത് 200-ലേറെ ഉത്തരവുകളിൽ. സൗദിയിൽ മുൻകൂട്ടി പെർമിറ്റ് നേടാത്ത വിദേശ ട്രക്കുകൾ പച്ചക്കറി മൊത്ത മാർക്കറ്റുകളിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ളതായി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി വ്യക്തമാക്കി. സൗദിയിൽ ചരക്ക് നീക്കത്തിന് വിദേശ രജിസ്ട്രേഷനുള്ള ട്രക്കുകളുമായും ലോറികളുമായും കരാറുകൾ ഒപ്പുവെക്കുന്നതിന് മുമ്പ് സ്ഥാപനങ്ങളും കർഷകരും പെർമിറ്റ് നേടൽ നിർബന്ധമാണ്. സൗദിയിൽ നിയമവിരുദ്ധമായി ചരക്ക് ഗതാഗത മേഖലയിൽ പ്രവർത്തിച്ചതിന് വിദേശ ട്രക്കുകളുടെ പേരിൽ രേഖപ്പെടുത്തിയ നിയമലംഘനങ്ങൾ കഴിഞ്ഞ വർഷം വലിയ തോതിൽ വർദ്ധിച്ചു. 2024-ൽ വിദേശ ട്രക്കുകളുടെ പേരിൽ 26,000-ലേറെ നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രതിദിനം ശരാശരി 71 നിയമലംഘനങ്ങൾ വിദേശ ട്രക്കുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2023-ൽ 8,569 നിയമലംഘനങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളി മേഖലയിൽ ഉടൻ തന്നെ വൻ പ്രതിസന്ധി വരുമെന്ന് സൂചന. ഗാർഹിക തൊഴിലാളി കാര്യങ്ങളിൽ വിദഗ്ധനായ ബസാം അൽ ഷമാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന റമദാനിനോടനുബന്ധിച്ച് 1,05,000 ഗാർഹിക തൊഴിലാളികളുടെ കരാർ ഉടൻ കാലഹരണപ്പെടുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് കുവൈറ്റിലെ മൊത്തം സ്ത്രീ തൊഴിലാളികളുടെ 25%. ഈ തൊഴിലാളികളിൽ ഒരു പ്രധാന ഭാഗം അവരുടെ കരാർ പുതുക്കുന്നതിനോ ജോലിയിൽ തുടരുന്നതിനോ താൽപര്യം കാണിച്ചിട്ടില്ല. രാജ്യത്തേക്ക് പുതിയ ഗാർഹിക തൊഴിലാളികളുടെ വരവ് മന്ദഗതിയിലാണെന്നും ഇത് പ്രതിസന്ധി കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്നും അൽ ഷമരി പറഞ്ഞു. ഗാർഹിക തൊഴിലാളികളുടെ ആവശ്യത്തിൽ നിലവിൽ വർധനവുണ്ടെന്നും എന്നാൽ വിതരണത്തിൽ വ്യക്തമായ കുറവുണ്ട്. വിദേശ റിക്രൂട്ട്മെന്റ് ഓഫീസുകളിൽ നിന്നുള്ള സഹകരണം കുറഞ്ഞതാണ് ലഭ്യമായ തൊഴിലാളികളുടെ അഭാവത്തിന് കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UAE-യിലെ തന്ത്രപ്രധാന മേഖലകളെ ലക്ഷ്യം വെച്ചുള്ള സൈബർ ആക്രമണങ്ങൾ പ്രതിദിനം 2 ലക്ഷത്തിലധികം എത്തിയതായി UAE സൈബർ സുരക്ഷാ കൗൺസിൽ റിപ്പോർട്ട്. 14 രാജ്യങ്ങളിലെ സൈബർ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നാണ് ആക്രമണങ്ങൾ ഉണ്ടായതെന്നും അധികൃതർ വ്യക്തമാക്കി. 30% ആക്രമണങ്ങൾ സർക്കാർ മേഖല ലക്ഷ്യമാക്കിയായിരുന്നു. ബാങ്കിംഗ്, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, വ്യോമയാനം, ആതുര ശുശ്രൂഷ എന്നീ മേഖലകൾ ലക്ഷ്യമാക്കിയും സൈബർ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 40% ആക്രമണങ്ങൾ IT ഇൻഫ്രാസ്ട്രക്ചറിനെ ലക്ഷ്യമാക്കിയാണ് നടന്നത്. AI ഉപയോഗിച്ച് കൂടുതൽ സങ്കീർണ സൈബർ ഭീഷണികൾ ഉയരാൻ സാധ്യതയുള്ളതായി അധികൃതർ മുന്നറിയിപ്പ് നൽകി. സർക്കാർ സ്വകാര്യ മേഖലകൾ സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഭീഷണികൾ തടയുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും കൗൺസിൽ അറിയിച്ചു. കുവൈറ്റിൽ വീണ്ടും വൻ എണ്ണശേഖരം കണ്ടെത്തി. കുവൈറ്റ് ഓയിൽ കമ്പനിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ജുലൈയ ഓഫ്ഷോർ ഫീൽഡിലാണ് വൻതോതിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഹൈഡ്രോ കാർബൺ കണ്ടെത്തിയത്. 74 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ് പുതിയ എണ്ണപ്പാടം. ഏകദേശം 800 ദശലക്ഷം ബാരൽ ഇടത്തരം സാന്ദ്രതയുള്ള എണ്ണയ്ക്ക് പുറമെ 600 ബില്യൺ സ്റ്റാൻഡേർഡ്സ് ക്യൂബിക് അടി പ്രകൃതിവാതകവും ഇതിൽ ഉൾപ്പെടും. 950 ദശലക്ഷം ബാരൽ എണ്ണയ്ക്ക് തുല്യമാണ് ഇതെന്നും അധികൃതർ അറിയിച്ചു.
ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ദുബായ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ് സൂചികയിലാണ് ദുബായ് നഗരം വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാമതെത്തിയത്. ഇത് തുടർച്ചയായി 5ാം തവണയാണ് ഈ നേട്ടം ദുബായ് സ്വന്തമാക്കുന്നത്. ജപ്പാൻ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ സ്ട്രാറ്റജീസ് ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് ദുബായ് കൈക്കൊള്ളുന്നത്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ദുബായ് മുനിസിപ്പാലിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ നേട്ടം. 2041 മാലിന്യ ഉൽപാദനം 18% കുറയ്ക്കാനും പുനരുപയോഗ സാധ്യത പ്രയോജനപ്പെടുത്തി മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് തടയാനും ദുബായ് ലക്ഷ്യമിടുന്നു. നിക്ഷേപകരെ ആകർഷിക്കാൻ NRI ഇൻവെസ്റ്റ്മെന്റ് മീറ്റുമായി കർണാടക. ദുബായിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നസീർ അഹമ്മദ് പങ്കെടുത്തു. പുതിയൊരു അന്താരാഷ്ട്ര വിമാനത്താവളവും 2 തുറമുഖങ്ങളും കർണാടകയിൽ നിർമ്മിക്കുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദേശ ഇന്ത്യക്കാർക്ക് കർണാടകയിൽ നിക്ഷേപത്തിനുള്ള അവസരങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് NRI ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് ആൻഡ് ബയേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം മേഖലകളിലേക്ക് NRI നിക്ഷേപം ആകർഷിക്കുക എന്നതും പരിപാടിയുടെ ലക്ഷ്യമാണ്. കർണാടക സർക്കാരിന്റെ ഫിനാൻസ് സെക്രട്ടറി ഡോക്ടർ PC ജാഫർ, വാണിജ്യ വ്യവസായ വകുപ്പ് സെക്രട്ടറി രമൺദീപ് ചൌധരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. US പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ കടുത്ത ഉത്തരവുകളുമായി ഡൊണാൾഡ് ട്രംപ്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറി. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവിക പൗരത്വം ലഭിക്കുന്ന നിയമം റദ്ദാക്കി. ആദ്യ ദിനം 200-ലേറെ ഉത്തരവുകളിലാണ് ട്രംപ് ഒപ്പിട്ടത്. കുടിയേറ്റക്കാർക്ക് തിരിച്ചടിയാകുന്ന ട്രംപിന്റെ പുതിയ തീരുമാനമാണ് അമേരിക്കൻ പൗരത്വമില്ലാത്ത മാതാപിതാക്കൾക്ക് രാജ്യത്ത് ജനിക്കുന്ന കുട്ടികളുടെ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള ഉത്തരവ്. തീരുമാനത്തിനെതിരെ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരും പൗരാവകാശ അഭിഭാഷകരും പരാതി നൽകി. ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണ് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ തീരുമാനം. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറി. ട്രംപിന്റെ തീരുമാനത്തിൽ ഖേദിക്കുന്നതായി WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗെബ്രിയോസ് പറഞ്ഞു. അയൽ രാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഫെബ്രുവരി 1 മുതൽ 25% തീരുവ ചുമത്തും എന്നുള്ളതാണ് മറ്റൊരു തീരുമാനം. സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്ത മണിക്കൂറുകൾക്കുള്ളിലാണ് US-ന്റെ 2 പ്രധാന വ്യാപാര പങ്കാളികൾക്കെതിരെ ട്രംപ് ഭീഷണി മുഴക്കുന്നത്. അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയുന്നതിൽ കാനഡയും മെക്സിക്കോയും പരാജയപ്പെട്ടു എന്ന് ട്രംപ് ആരോപിച്ചു. പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്ത ശേഷമുള്ള പ്രസംഗത്തിൽ തന്നെ തന്റെ നിലപാടുകൾ ട്രംപ് വ്യക്തമാക്കിയതാണ്. അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപ് പനമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുമെന്ന ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും പ്രാബല്യത്തിലായി. ക്യൂബയെ ഭീകരരാഷ്ട്ര പദവിയിൽ നിന്ന് പിൻവലിക്കാനുള്ള തീരുമാനം റദ്ദാക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവച്ചു. അതേസമയം US-ൽ നിരോധനം ഏർപ്പെടുത്തിയ ടിക്ടോക്കിന് നിയമപരമായി പ്രവർത്തിക്കാൻ ട്രംപ് 75 ദിവസത്തെ സാവകാശം അനുവദിച്ചു. ടിക്ടോക്ക് ഏറ്റെടുക്കാൻ അമേരിക്കയിൽ നിന്ന് ഉടമസ്ഥനെ കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. ചൈനയുടെ ഉടമസ്ഥതയിൽ നിന്ന് മാറ്റിയാൽ നിരോധനം പിൻവലിക്കുമെന്നും ട്രംപ് അറിയിച്ചു. അധികാരമേൽക്കുന്നതിന് തൊട്ടുമുൻപായി സ്വന്തം ക്രിപ്റ്റോ ടോക്കൺ പുറത്തിറക്കിയാണ് ട്രംപ് ഞെട്ടിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കത്തിക്കയറി നിയമസഭ. ക്ഷുഭിതനായ പ്രതിപക്ഷ നേതാവ് പേപ്പറുകൾ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അത്യന്തം നാടകീയ രംഗങ്ങൾക്ക് സഭാതലം സാക്ഷ്യം വഹിച്ചു. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതുപോലെ ഭരണപക്ഷം അഭിനവ ദുശാസനന്മാരായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ്. കൗൺസിലർ കലാരാജുവിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി UDF-നൊപ്പം ചേർന്ന് കാലുമാറാനുള്ള നീക്കം നടത്തിയെന്നും ആരോപിച്ചു. കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകലിൽ നിയമസഭയും നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അതിരൂക്ഷമായ വാക്കേറ്റവും വാദപ്രതിവാദങ്ങളും അരങ്ങേറി. പട്ടാപ്പകൽ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി വസ്ത്രാക്ഷേപം ചെയ്യുന്ന നാട്ടിൽ എന്ത് സുരക്ഷയാണുള്ളതെന്ന് പ്രതിപക്ഷം. സെലിബ്രിറ്റിയുടെ കാര്യത്തിൽ ശരവേഗത്തിലുണ്ടായ നടപടി എല്ലാവർക്കും വേണമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അനൂപ് ജേക്കബ് പറഞ്ഞു. കൗരവസഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത ദുശാസനനെ പോലെ അഭിനവ ദുശാസനന്മാരായി ഭരണപക്ഷത്തെ ചരിത്രം വിലയിരുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു. ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസനന്മാരായിരുന്നു. ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ, നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും. മറക്കണ്ട. CPM നേതാക്കളും പോലീസും കൂട്ടുനിന്നാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതെന്നും യഥാർത്ഥ പ്രതികളല്ല അറസ്റ്റിലായതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഭരണപക്ഷ നിരയിൽ നിന്ന് ബഹളമുണ്ടായതോടെ പ്രസംഗം തടസ്സപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി പൊട്ടിത്തെറിച്ചു. കയ്യിലിരുന്ന പേപ്പറുകൾ മേശപ്പുറത്ത് വലിച്ചെറിഞ്ഞു. പ്രകോപിതനാവില്ല. അങ്ങ് ഒരു സീനിയർ പൊളിറ്റീഷ്യനാണ്.
അങ്ങ് വളരെ സീനിയറാണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ബഹളത്തിന് സ്പീക്കർ കൂട്ടുനിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇതോടെ ഇരുവരും നേർക്കുനേർ വന്നു. അങ്ങനെ എല്ലാ ആളുകളും ഇരുത്തിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. അങ്ങ് സംസാരിക്കുക. അങ്ങക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. അതെ, അങ്ങ് കേൾക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങ് സംസാരിക്കുക. കൂട്ടുനിൽക്കാണ്. അങ്ങനെ ഒന്നും ആരോപണം ഉന്നയിക്കണ്ട. അങ്ങനെ അങ്ങ് അത്തരത്തിൽ ആരോപണങ്ങളൊന്നും അത്തരത്തിലൊരു ആരോപണമൊന്നും ചേർന്നതിൽ ഉന്നയിക്കുന്ന രീതി ശരിയല്ല. മുഖ്യമന്ത്രി ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളമുണ്ടാക്കി. ഇതിനിടെ കലാരാജുവിനെ തള്ളിപ്പറയാനും മുഖ്യമന്ത്രി മറന്നില്ല. ഇവിടെ മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഭാഗമായി സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ സ്വാധീനിക്കപ്പെട്ട വ്യക്തി ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണോ അപ്പുറത്ത് ചെല്ലേണ്ടത്? സാധാരണഗതിയിൽ ആ സ്ഥാനം രാജിവെക്കണ്ടേ? സ്ഥാനം രാജിവെച്ചു പോകണ്ടേ? കൂത്താട്ടുകുളം സംഭവത്തിൽ അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്തുവെന്നും സ്ഥിതി ശാന്തമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൂത്താട്ടുകുളത്ത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ CPM അംഗങ്ങളായ 4 പ്രതികൾ റിമാൻഡിൽ. CPM ബ്രാഞ്ച് സെക്രട്ടറി അരുൺ ഉൾപ്പെടെയുള്ളവരെയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. അതേസമയം കേസിൽ നഗരസഭാ കൗൺസിലർ കലാരാജു രഹസ്യമൊഴി നൽകാൻ കോടതിയിലെത്തിയില്ല. ചികിത്സയിലുള്ള കല ആരോഗ്യ പ്രശ്നങ്ങൾ മജിസ്ട്രേറ്റിനെ അറിയിച്ചു. CPM ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, പാർട്ടി പ്രവർത്തകരായ ടോണി, റിൻസ്, സജിത്ത് എന്നിവരെയാണ് മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. നിയമസഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കേസിൽ ഏരിയ സെക്രട്ടറി അടക്കമുള്ള CPM നേതാക്കളിലേക്ക് നടപടി നീളാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. കേസിൽ നഗരസഭാ കൗൺസിലർ കലാരാജു രഹസ്യമൊഴി നൽകാൻ കോടതിയിൽ എത്തിയിട്ടില്ല. ചികിത്സയിലുള്ള കല ആരോഗ്യ പ്രശ്നങ്ങൾ മജിസ്ട്രേറ്റിനെ അറിയിച്ചു. നിലവിൽ യാത്ര ചെയ്യാൻ പ്രയാസമാണെന്നും കലാരാജു വ്യക്തമാക്കി. ശനിയാഴ്ച 10 മണിക്കാണ് കൂത്താട്ടുകുളത്ത് CPM കൗൺസിലറായ കലാരാജുവിനെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്നും കല പറയുന്നത് കള്ളമാണെന്നുമാണ് CPM വാദം. അമൃത ന്യൂസ്, കൊച്ചി. കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് PPE കിറ്റ് വാങ്ങിയതിൽ വൻ ക്രമക്കേടെന്ന് CAG റിപ്പോർട്ട്. ഒരു കിറ്റിന് പൊതുവിപണിയേക്കാൾ 1000 രൂപ കൂടുതൽ പണം നൽകിയാണ് PPE കിറ്റ് വാങ്ങിയതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതിലൂടെ 10.23 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ PPE കിറ്റുകൾ വാങ്ങിയതിൽ വൻ ക്രമക്കേടെന്ന് അക്കമിട്ട് നിരത്തുകയാണ് CAG റിപ്പോർട്ട്. 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങി 25,000 കിറ്റുകൾക്ക് ഓർഡർ നൽകി 10,000 കിറ്റുകൾ ഇഷ്യൂ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ സാൻഫാർമ എന്ന മറ്റൊരു കമ്പനിക്ക് 1,550 രൂപയ്ക്ക് കിറ്റ് വാങ്ങാൻ കരാർ നൽകി. 2 ദിവസത്തിനുള്ളിൽ 1000 രൂപയാണ് കിറ്റിന്റെ വില വർദ്ധിച്ചത്. കുറഞ്ഞ വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ കമ്പനിയെ തഴഞ്ഞു. സാൻഫാർമയ്ക്ക് മുൻകൂറായി പണം നൽകുകയും ചെയ്തു. ഇതിലൂടെ 10,23 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ തന്നെ PPE കിറ്റുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത് ശരിവെക്കുന്ന കണ്ടെത്തലുകളാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച CAG റിപ്പോർട്ടിലുള്ളത്. മഹിളാ അപ്പാരൽസ്, കാരിവൺ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നായിരുന്നു ആദ്യം സർക്കാർ PPE കിറ്റുകൾ വാങ്ങിയിരുന്നത്. എന്നാൽ മഹാരാഷ്ട്ര ആസ്ഥാനമായ സാൻഫാർമയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് കിറ്റ് വാങ്ങിയതിന് പിന്നിൽ അഴിമതി ആരോപണം ഉയർന്നപ്പോൾ മുൻമന്ത്രി KK ശൈലജയ്ക്കെതിരെ ലോകായുക്ത അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോവിഡ് കാല അഴിമതി സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതാണ് CAG റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെയും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയുടെയും അറിവോടെയാണ് അഴിമതി നടന്നത്. CAG ശരിവച്ചിരിക്കുന്ന ഈ അഴിമതിക്കെതിരെ നൽകിയ കേസ് ഇപ്പോഴും ലോകായുക്തയുടെ പരിഗണനയിലാണ്. കേസ് നിലനിൽക്കില്ലെന്ന വാദം ഹൈക്കോടതിയും തള്ളിക്കളഞ്ഞു. പ്രതിപക്ഷത്തിന്റെ നിയമ പോരാട്ടം തുടരുമെന്നും VD സതീശൻ വ്യക്തമാക്കി. കഞ്ചിക്കോട് ബ്രൂവറി പദ്ധതിയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട് 8 ഡിസ്റ്റിലറികൾ പ്രവർത്തിക്കുന്നത് സർക്കാർ അനുമതിയോടെയാണ്. UDFന്റെ ആരോപണം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ UDFന്റെ കാലത്തും ഡിസ്റ്റിലറികൾ തുടങ്ങിയത് ടെൻഡറില്ലാതെയെന്നും MV ഗോവിന്ദൻ പാലക്കാട് പ്രതികരിച്ചു. ഇവിടെ കേരള ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന 8 ഡിസ്റ്റിലറി ഉണ്ട്, 8 അതേപോലെ ബ്ലെൻഡിംഗ് യൂണിറ്റുകൾ 10 ഉണ്ട്. പിന്നെ 2 ബ്രൂവറിയുണ്ട്. ഇത് UDFന്റെയും LDFന്റെയും കാലത്താകെ കേരളത്തിൽ സ്ഥാപിച്ചതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആരെങ്കിലും ഏകപക്ഷീയമായിട്ട് സ്ഥാപിച്ചതല്ല എന്നർത്ഥം. UDFന്റെ കാലത്തും LDFന്റെ കാലത്തും സ്ഥാപിച്ചതാണ് ഈ പറഞ്ഞ നമ്പറെല്ലാം.
പാലക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല. പ്ലാച്ചിമടയിൽ നിന്നും കോള കമ്പനിയെ കെട്ടുകെട്ടിച്ചവരാണ് ജലചൂഷണത്തിന് അവസരം നൽകുന്ന പുതിയ പദ്ധതിക്ക് അനുകൂലമായി നിൽക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ബ്രൂവറി ഡിസ്റ്റിലറി ആരംഭിക്കാൻ ഉള്ള ഗവൺമെൻറ്റിൻ്റെ നീക്കം വൻ അഴിമതിയാണ്. പാലക്കാട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന രൂക്ഷമായ ജലക്ഷാമം അത് കണ്ടുകൊണ്ടെങ്കിലും ഗവൺമെൻറ് കണ്ണു തുറക്കണം, ഇത് പിൻവലിക്കണം. പ്ലാച്ചിമടയിൽ കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തി കൊക്കക്കോള ഫാക്ടറിയെ പൂട്ടിച്ചവരാണ് ഇപ്പോൾ ഇവിടെ ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങാനുള്ള നടപടിയുമായി മുന്നോട്ട് വരുന്നത്. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളതിനെ നേരിടും. ബ്രൂവറി അനുമതിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിന് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. അനുമതിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി നിർമ്മാണ പ്ലാന്റിനെതിരെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് നിയമസഭയുടെ മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ശക്തമായ പ്രതിഷേധത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർക്ക് നേരെ 9ഓളം തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഏതനുവാദം ഈ പണം വാങ്ങിയിട്ട് ഏതനുവാദമായിട്ട് വാങ്ങിയാലും അവിടുത്തെ ജനങ്ങൾ അനുവാദം ഉണ്ടാകില്ല. ജനങ്ങളെയാണ് നിരത്തുക. ഞങ്ങളതിനെ പ്രതിരോധിക്കുന്നുണ്ട്. ആ പ്രദേശവുമായിട്ട് ആ പ്രദേശത്തെ പ്രാദേശിക CPM നേതൃത്വം പറഞ്ഞിട്ടില്ല. ആ പ്രദേശത്തെ CPM നേതൃത്വത്തിൽ ഏതെങ്കിലും തള്ളിയില്ല. ശ്രീ MP രാജേഷ് മാർച്ചിന്റെ ഭാഗമായി പ്രവർത്തകർ മന്ത്രി MP രാജേഷിന്റെ കോലം കത്തിച്ചു. ബ്രൂവറി കമ്പനിക്ക് നൽകിയ അനുമതിയുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ക്യാമറാമാൻ ബിജു മുരളീധരനും വിഷ്ണുവിനുമൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർ മരിച്ചതായി കണക്കാക്കി സർക്കാർ. തിരിച്ചറിയാത്ത 32 പേരുടെ ലിസ്റ്റിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം നൽകി. സംസ്ഥാനതല സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനുള്ള 32 പേരെ ദുരന്തത്തിൽ മരിച്ചവരായി കണക്കാക്കി സർക്കാർ ഉടൻ ഉത്തരവിറക്കും. ദുരന്തത്തിൽ ഉൾപ്പെട്ട 231 മൃതദേഹങ്ങളും 223 മൃതദേഹ ഭാഗങ്ങളുമടക്കം 454 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഇതിൽ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത 19 മൃതദേഹങ്ങളും DNA സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയാത്ത 3 മൃതദേഹ ഭാഗങ്ങളും ഒഴികെ 432 മൃതദേഹ ഭാഗങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലാണ് ആദ്യഘട്ടത്തിൽ DNA സാമ്പിളുകളുടെ പരിശോധന നടത്തിയത്. 223 മൃതദേഹ ഭാഗങ്ങൾ ഇവിടെ നടത്തിയ പരിശോധനയിൽ തിരിച്ചറിഞ്ഞു. ഇതിലൂടെ 77 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞു. 209 മൃതദേഹ ഭാഗങ്ങൾ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലാണ് പരിശോധിച്ചത്. ഇതിൽ 22 പേരെ കൂടി തിരിച്ചറിഞ്ഞു. 99 പേരെ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. ദുരന്തത്തിൽ മരണപ്പെട്ട 167 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. ദുരന്തത്തിൽ ഉൾപ്പെട്ട് കാണാതായ 32 പേരുടെ ലിസ്റ്റാണ് DDMA ഇപ്പോൾ അംഗീകരിച്ചത്. 298 പേർ മരിച്ചതായാണ് കണക്കാക്കുന്നത്. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വെള്ളരിമല വില്ലേജ് ഓഫീസർ, മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി, മേപ്പാടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത്. ലിസ്റ്റ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി
റവന്യൂ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ അടങ്ങിയ സംസ്ഥാനതല സമിതി പരിശോധിക്കും. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ദുരന്തത്തിൽ മരണപ്പെട്ടവരായി കണക്കാക്കി സർക്കാർ ഉടൻ ഉത്തരവിറക്കും. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവരുടെ ബന്ധുക്കൾക്കും നൽകും. ഇവരുടെ മരണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങളും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ ചോദ്യം ചെയ്യും. NM വിജയൻ സുധാകരന് കത്തെഴുതി എന്നത് കണക്കിലെടുത്താണ് ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യുന്ന തീയതികളിൽ ഉടൻ തീരുമാനമുണ്ടാകും. ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥന്റെ വസതിയിൽ ഇന്നലെ അന്വേഷണ സംഘം തെരച്ചിൽ നടത്തി രേഖകൾ കണ്ടെടുത്തിരുന്നു. അതിനിടെ വയനാട് DCC ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി. DCC അധ്യക്ഷൻ ND അപ്പച്ചനുമായി എത്തിയാണ് പരിശോധന നടത്തിയത്. NM വിജയൻ 2022 K സുധാകരന് കത്തെഴുതിയിരുന്നു. തനിക്ക് വന്നു ചേർന്ന സാമ്പത്തിക ബാധ്യതയും അതിന് കാരണക്കാരായ കോൺഗ്രസ് നേതാക്കളുടെ പങ്കും വ്യക്തമാക്കുന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം. പുറത്തുവന്ന ആത്മഹത്യക്കുറിപ്പിലും KPCC പ്രസിഡന്റിന് എഴുതിയ മരണക്കുറിപ്പിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് K സുധാകരനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ കോൺഗ്രസ് നേതാക്കളായ MLA IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മറ്റൊരു കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ് എന്നിവർക്ക് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഉപാധികളോടെ ജാമ്യം നൽകിയിരുന്നു. NM വിജയന്റെ മരണത്തിൽ ആദ്യം കുടുംബത്തെ കൈവിട്ട നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെങ്കിൽ പിന്നീട് വിവാദമായതോടെ നിലപാട് മയപ്പെടുത്തി. NM വിജയന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിലെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശനും കുടുംബത്തെ കണ്ടു. അതേസമയം ആരോപണ വിധേയരായ കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. IC ബാലകൃഷ്ണൻ MLAയെ 23 മുതൽ ചോദ്യം ചെയ്യും. സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. അമൃത ന്യൂസ്, വയനാട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തോട് സഹതാപമെന്ന് K സുധാകരൻ. NM വിജയന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. കത്ത് ജില്ലാ നേതാക്കളെ ഏൽപ്പിച്ച് വേണ്ടത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസത്തിനകം NM വിജയന്റെ കുടുംബത്തെ സന്ദർശിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നോട് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ സംഭവവുമായിട്ട് ബന്ധപ്പെടുന്നത് ആദ്യം അവരുടെ ഒരു കത്ത് എനിക്ക് വന്ന് കിട്ടിയപ്പോഴാണ്. ആ കത്ത് അതിൻ്റെ ജില്ലയിലെ നേതാക്കന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനതിൽ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിൽ നിന്ന് ചെയ്യാവേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഞാനതിൻ്റെ അകത്ത് അവർക്ക് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുടുംബത്തോട് സഹതാപമുണ്ട്. ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ട്. ഇന്ന് പോകാൻ തീരുമാനിച്ചായിരുന്നു. ഇപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു 2-3 പ്രോഗ്രാം ഉള്ളത് അവരുടെ വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അത് മാറ്റി നാളത്തേക്കാക്കി. എനിക്കിതുവരെ നോട്ടീസൊന്നും തന്നിട്ടില്ല. ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഏത് രീതിയിലാണ്, നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? അതിൽ താങ്കൾക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ അന്വേഷണ സംഘവും കരുതുന്നത്. അത് അവരോട് നിങ്ങൾ ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ എനിക്കത് അറിയാമായിരുന്നു അല്ലെ അറിയാമായിരുന്നില്ല എന്ന് പറയുന്നതിനകത്ത് വല്ല യുക്തിയുണ്ടോ? നിങ്ങൾ പോലീസുകാരോട് പോയി ചോദിക്കുക, അദ്ദേഹത്തിന് അറിവുണ്ടോ? ശബരിമല റോപ്പ് വേ പദ്ധതിയിലെ സംയുക്ത പരിശോധനകൾ പൂർത്തിയായെന്ന് ദേവസ്വം മന്ത്രി അറിയിച്ചു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ശബരിമലയിലെ ആകെ വരുമാനം 440 കോടി രൂപ. വരുമാനത്തിൽ മുൻ വർഷത്തേക്കാൾ 80 കോടി രൂപയുടെ വർധനവുണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. 53 ലക്ഷം പേരാണ് ഇത്തവണ മല ചവിട്ടിയത്. 2 മാസത്തിലധികം നീണ്ടുനിന്ന തീർത്ഥാടനം സമാപിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടമാണ് വരുമാനത്തിലുണ്ടായത്. മണ്ഡല മകരവിളക്ക് കാലത്ത് 52.48 ലക്ഷം തീർത്ഥാടകർ ദർശനത്തിനെത്തി. തീർത്ഥാടന കാലയളവിലെ ആകെ വരുമാനം വിശകലനം ചെയ്താൽ 192 കോടി രൂപയാണ് അരവണ വിൽപ്പനയിലൂടെ ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടി കൂടുതലായി ദേവസ്വത്തിലേക്ക് എത്തി. കാണിക്കയിനത്തിൽ ഇത്തവണ 126 കോടി ലഭിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടിയുടെ വർധനവ്. നാണയം പൂർണ്ണമായും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞതാണ് ഇത്തവണത്തെ വലിയ നേട്ടം. ദേവസ്വം ബോർഡിന്റെ ആകെ വരുമാനമാകട്ടെ 440 കോടി രൂപ. വരുമാനത്തിൽ മുൻവർഷത്തേക്കാൾ 80 കോടി രൂപയുടെ വർധനവ്. കഴിഞ്ഞ വർഷത്തെ പോരായ്മകൾ മുൻകൂട്ടി പരിഹരിച്ചും പരിചയസമ്പന്നരായ പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതുമാണ് പ്രധാന ഘടകമായി മാറിയതെന്ന് മന്ത്രി VN വാസവൻ. ഈ വർഷം 440 കോടി രൂപ വന്നിരിക്കും. അപ്പോൾ 80 കോടി രൂപ അധികം വന്നിരിക്കുന്നു പിന്നിട്ട വർഷത്തേക്കാൾ. ശബരിമല റോപ്പ് വേ പദ്ധതി നിർമ്മാണത്തിന് മുന്നോടിയായുള്ള സംയുക്ത പരിശോധനകൾ പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു. പ്രായാധിക്യവും അസുഖങ്ങളുമുള്ള തീർത്ഥാടകരെയും റോപ്പ് വേയിൽ പോകാൻ അനുവദിക്കുമെന്ന് ദേവസ്വം ബോർഡ്. ഇപ്പോൾ നമ്മൾ ഈ ഫയലുകളെല്ലാം തീർത്ത് ഇന്നലെ അവസാനത്തെ ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഒരു ചെറിയ കാര്യം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത നാളിൽ അതിൻ്റെ
ശിലാസ്ഥാപനം നിർമ്മിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണം. ആ പോകുന്നത് സിക്കായിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് കയറാൻ പറ്റില്ലാത്ത ആളുകളാണ്. ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ അനുമതി തന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. ശബരിമല തീർത്ഥാടന സീസൺ കാലയളവിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബന്ധപ്പെട്ട വകുപ്പുകളെ ദേവസ്വം മന്ത്രി തിരുവനന്തപുരത്ത് ആദരിക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നവീകരണം, സഹകരണം, പ്രായോഗിക പഠനം, സർഗാത്മകത എന്നിവ ലക്ഷ്യമാക്കി അമൃത വിശ്വവിദ്യാപീഠം ബംഗളൂരു ക്യാമ്പസിൽ സയൻസ് ഫെസ്റ്റ് ആരോഹൺ സംഘടിപ്പിച്ചു. ബംഗളൂരുവിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 1200-ലധികം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുത്തത്. വൈവിധ്യമാർന്ന മത്സരങ്ങൾ, വിവിധ വിഷയത്തെ അധികരിച്ചുള്ള ശില്പശാലകൾ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. മത്സരങ്ങളിൽ വിജയിച്ച സ്കൂളുകൾക്കും വ്യക്തിഗത മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ സമാപന ചടങ്ങിൽ വിതരണം ചെയ്തു. അമൃത വിശ്വവിദ്യാപീഠം ബാംഗ്ലൂർ ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സയൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടനത്തിന് നാളെ തുടക്കമാകും. 5 മത്സരങ്ങളുടെ T20 പരമ്പരയും 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയുമാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ കളിക്കുക. നാളെയാണ് T20 പരമ്പര തുടങ്ങുക. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ഏകദിന പരമ്പരയിൽ നിന്നും ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ നിന്നും ഒഴിവാക്കിയ മലയാളി താരം സഞ്ജു സാംസൺ ആയിരിക്കും പരമ്പരയുടെ ശ്രദ്ധാകേന്ദ്രം. ഇംഗ്ലണ്ട് പുതിയ പരിശീലകന്റെ കീഴിലാണ് ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. ബ്രണ്ടൻ മെക്കലമാണ് പുതിയ പരിശീലകൻ. ഹൈ സ്കോറിംഗ് പിച്ചുകളായ മുംബൈ, രാജ്കോട്ട് എന്നിവിടങ്ങളിലും മത്സരങ്ങളുണ്ട്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും കാണാം അമൃത ന്യൂസ് യൂട്യൂബിൽ.